ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചൗ വെച്ചിട്ടൊരു മോരുകറിയാണ്. അപ്പോൾ പലർക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് മേരയ്ക്ക അല്ലെങ്കിൽ ചായോട്ട് അല്ലെങ്കിൽ ചൗ എന്ന് അറിയപ്പെടുന്ന ഒരു പച്ചക്കറി. ഇത് വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മുടെ നാട്ടിലൊരു സീസൺ ടൈമിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ നാട്ടിൽ സീസൺ ടൈമിൽ കിട്ടുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു പച്ചക്കറി ഇനമാണ്. ഇത് തൈറോയിഡിന് മെഡിസിൻ രൂപത്തിൽ ഉപയോഗിക്കാനും ക്ഷീണം അകറ്റാനും ബോഡി പെയിൻ മാറ്റാനും വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറ്റാനും എല്ലാം ഇത് വളരെ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പരിപ്പ് ഇട്ട് എന്തെങ്കിലും കറികൾ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം, തോരൻ വെക്കാം, അച്ചാറുണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതാ അതിൻ്റെ നടുക്കിലൊരു ഒരു കായ പോലെ ഉണ്ട്, അത് നമുക്ക് വേണ്ട, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇനി ഇതിൻ്റെ തോലൊന്ന് ചെത്തിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു ഓമക്കായുടെ പോലെയാണ്, ഒരു ചെറിയ മധുരമുള്ളൊരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗമാണ് ഞാൻ ഇത് കറി വെക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഞാനൊരു ചട്ടിയിലാണ് മോരുകറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് പിന്നീട് ഇട്ട് കൊടുക്കാം, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി നാളികേരം ചിരകിയത്, ഒരു 5-8 വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, അതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചൗ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും. ഇനി ഇതൊന്ന് നൈസായിട്ട് ഉടച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ മോരുകറി വെക്കുമ്പോൾ നാളികേരം ചേർത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് മറിയരുത്. ഇങ്ങനെ തിള വരുന്ന ഒരു സമയത്ത് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ഒരു മോരുകറിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് മറിയരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്ന ആ ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. അപ്പോൾ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സാധാരണ മോരുകറി താളിച്ചിടുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വേപ്പിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് താളിച്ചിടാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കറി കാണുമ്പോൾ തന്നെ അറിയാം ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു മോരുകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.